Today we are going to discuss about eddy currents. ബൾക്ക് പീസസ് ഓഫ് കണ്ടക്ടേഴ്സിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൽ ഫോം ചെയ്യുന്ന സർഫസ് കറൻസിന് നമ്മൾ പറയുന്ന പ്രത്യേക തരത്തിലുള്ളൊരു പേരാണ് എഡി കറൻസ് അല്ലെങ്കിൽ ഫോക്കൗൾഡ് കറൻറ്റ് എന്നും പറയും. ഈ ഫോം ചെയ്യുന്ന കറൻറ്റ് ഈ മെറ്റൽ പീസിൽ എഡീസിൻ്റെ ഷേപ്പിൽ, എഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ കാണുന്ന ചുഴി, അതിന് പറയുന്ന പേരാണ് എഡീസിൻ്റെ ഷേപ്പിൽ കറങ്ങി കറങ്ങി വരുന്ന രീതിയിലുള്ള അതേ ഒരു പാറ്റേണിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ എഡി കറൻറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. എഡി കറൻറ്റ്സ് ആർ ദ സർഫസ് കറൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് വെൻ ബൾക്ക് പീസസ് ഓഫ് കണ്ടക്ടേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. Eddy currents flow in closed loops within the conductors in planes perpendicular to the magnetic field. This effect was discovered by physicist Foucault, and hence this current is known as Foucault current. The direction of eddy currents is given by Lenz's law. Now, demonstration of eddy currents. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്, മാഗ്നറ്റ്സിനിടയിൽ കോപ്പർ പ്ലേറ്റ്സ്, സിമ്പിൾ പെൻഡുലം പോലെ മൂവ് ചെയ്യുന്ന കോപ്പർ പ്ലേറ്റ്സാണ് ആദ്യമായി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. വെൻ എ കോപ്പർ പ്ലേറ്റ് ഈസ് അലൗഡ് ടു സ്വിങ് ലൈക്ക് എ സിമ്പിൾ പെൻഡുലം ബിറ്റ്വീൻ ദ പോൾ പീസസ് ഓഫ് എ സ്ട്രോങ് മാഗ്നറ്റ്, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ മോഷൻ ഈസ് ഡാംഡ് ആൻഡ് ദ പ്ലേറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഫസ്റ്റ് കേസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അതാണ്. ആ കോപ്പർ പ്ലേറ്റിൻ്റെ മോഷൻ ഡാമ്പ് ചെയ്യപ്പെടുകയും ആ പ്ലേറ്റ് അവസാനം റെസ്റ്റിലേക്ക് വരികയും ചെയ്യും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം. ആസ് ദ പ്ലേറ്റ് മൂവ്സ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചസ് ആൻഡ് എഡി കറൻറ്റ്സ് ആർ ഇൻഡ്യൂസ്ഡ് ഓൺ ഇറ്റ് സർഫസ്. പ്ലേറ്റ് മാഗ്നറ്റ്സിനിടയിൽ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയും അതിൻ്റെ സർഫസിൽ എഡി കറൻറ്റ്സ് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു. ഈ എഡി കറൻറ്റ്സിൻ്റെ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് വെൻ ദ പ്ലേറ്റ് സ്വിങ്സ് ഇൻ ടു ദ റീജിയൻ ബിറ്റ്വീൻ ദ പോൾസ് ആൻഡ് വെൻ ഇറ്റ് സ്വിങ്സ് ഔട്ട് ഓഫ് ദ റീജിയൻ. എഡി കറൻറ്റ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റിലായിരിക്കും അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. ഹെൻസ് ദ പ്ലേറ്റ് കംസ് ടു റെസ്റ്റ്. ഇതാണ് ഫസ്റ്റ് കേസിൻ്റെ ഇൻഫറൻസ്. ദെൻ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കാണുന്നത് റെക്റ്റാങ്കുലർ സ്ലോട്ട്സ് ഉള്ള ഒരു പ്ലേറ്റാണ്, കോപ്പർ പ്ലേറ്റാണ് ഈ മാഗ്നറ്റ്സിനിടയിൽ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇഫ് റെക്റ്റാങ്കുലർ സ്ലോട്ട്സ് ആർ മെയ്ഡ് ഇൻ ദ കോപ്പർ പ്ലേറ്റ്, ദ ഏരിയ അവൈലബിൾ ടു ദ ഫ്ലോ ഓഫ് എഡി കറൻറ്റ്സ് ഈസ് ലെസ്. എഡി കറൻറ്റ് ഉണ്ടാവാനുള്ള ഏരിയ കുറവായിരിക്കും. നമ്മളിവിടെ പിക്ചറൈസ് ചെയ്ത് കാണുന്നുണ്ട്. ബൾക്ക് പീസിന് പകരമായി ചെറിയ ചെറിയ പീസസിലാണ് എഡി കറൻറ്റ്സ് ഉണ്ടാകുന്നത്. ദ പെൻഡുലം പ്ലേറ്റ് വിത്ത് ഹോൾസ് ഓർ സ്ലോട്ട്സ് റെഡ്യൂസസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് ആൻഡ് ദ പ്ലേറ്റ് സ്വിങ്സ് ഫ്രീലി. ഇപ്പോൾ ഇവിടെ ഡാമ്പിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഈ പ്ലേറ്റിൻ്റെ സ്വിങ്ങിങ് കൂടിക്കൊണ്ടിരിക്കും. നൗ എക്സ്പെരിമെൻറ്റ് നമ്പർ 3. ഇവിടെ നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ കാണുന്നുണ്ട്, AC സോഴ്സ്, സോളിനോയിഡ്. വെൻ എ മെറ്റാലിക് ഡിസ്ക് ഈസ് പ്ലേസ്ഡ് ഓൺ വൺ എൻഡ് ഓഫ് എ സോളിനോയിഡ് കണക്റ്റഡ് ടു എൻ AC സോഴ്സ് ആൻഡ് വിത്ത് എ സോഫ്റ്റ് അയൺ കോർ ഇൻ ഇറ്റ്, ദ ഡിസ്ക് ഈസ് ത്രോൺ അപ്പ് ഇൻ ടു എയർ. ഒരു മെറ്റാലിക് ഡിസ്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ക് തെറിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ ആ ഫിഗറിൽ കാണുന്നത്. റീസൺ എന്താണെന്ന് നോക്കാം. ദ ഡിസ്ക് ഈസ് സബ്ജക്റ്റഡ് ടു എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എഡി കറൻറ്റ്സ് ആർ ഫോംഡ് ഓൺ ഇറ്റ്. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഈസ് ആസ് പെർ ലെൻസസ് ലോ ആൻഡ് ഹെൻസ് ദ ഡിസ്ക് ഈസ് ത്രോൺ അപ്പ് ഇൻ ടു എയർ. ഇതിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറൻറ്റിൻ്റെ ഡയറക്ഷൻ ലെൻസസ് ലോ പ്രകാരമായിരിക്കും. അതുകൊണ്ട് ആ ഡിസ്ക് തെറിച്ചു പോകുന്നു. നൗ എഡി കറൻസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
Eddy currents dissipate energy in the form of heat. Eddy currents are minimized by using laminations. ലാമിനേഷൻസ് ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ എഡി കറൻസ് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. എഡി കറൻസ് ആർ അൺഡിസൈറബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ ഡിവൈസസ് ലൈക്ക് ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ കോയിൽ, ചോക്ക് കോയിൽ എറ്റ്സെട്ര. Eddy currents produce heating in these devices, which is wastage of energy. Energy wastage എന്നത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ്. Now, applications of eddy currents. They are magnetic braking in trains, electromagnetic damping in galvanometers, induction furnace, electric power meters, metal detectors, induction cookers, speedometers, and induction motors. Let us discuss the applications in detail. First of all, magnetic braking in trains. Strong electromagnets are situated above the rails in some electrically powered trains. When the electromagnets are activated, eddy currents induced the rails oppose the motion of the train. As there are no mechanical linkages, the braking effect is smooth. അങ്ങനെയാണ് ട്രെയിനിൽ ബ്രേക്കിംഗ് സാധ്യമാക്കുന്നത്, ഇലക്ട്രോമാഗ്നറ്റ്സ് പ്ലേസ് ചെയ്തിട്ട്. ദിസ് ഈസ് പോസിബിൾ ഡ്യൂ ടു എഡി കറണ്ട്. നൗ, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ഇൻ ഗാൽവനോമീറ്റേഴ്സ്. Certain galvanometers have a fixed core made of non-magnetic metallic material. When the coil oscillates, eddy currents generated in the core oppose the motion and bring the coil to rest quickly. അതിലെ കോയിൽ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡി കറണ്ട് ജനറേറ്റ് ചെയ്യുകയും ആ മോഷനെ ഓപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കോയിൽ പെട്ടെന്ന് റെസ്റ്റിലാവുകയും ചെയ്യുന്നു. Then, induction furnace. We know induction furnace can be used to produce high temperature and can be utilized to prepare alloys by melting the constituent metals. A high frequency alternating current is passed through a coil which surrounds the metals to be melted. The eddy currents generated in the metals produce high temperatures sufficient to melt it. അപ്പോൾ ഇതിൽ വരുന്ന എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് പവർ മീറ്റേഴ്സ്. ദ ഷൈനി മെറ്റൽ ഡിസ്ക് ഇൻ ദ ഇലക്ട്രിക് പവർ മീറ്റർ, അനലോഗ് ടൈപ്പ്, ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല, പഴയ ടൈപ്പ് മീറ്റർ റീഡിംഗ് നോക്കുന്ന ഇലക്ട്രിക് പവർ മീറ്റർ, ദാറ്റ് റൊട്ടേറ്റ്സ് ഡ്യൂ ടു ദ എഡി കറൻസ്. ഇലക്ട്രിക് കറൻസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഡിസ്ക് by magnetic fields produced by sinusoidally varying currents in the coil. And metal detectors. The simplest form of a metal detector consists of an oscillator producing an alternating current that passes through a coil producing an alternating magnetic field. അപ്പോൾ മെറ്റൽ ഡിറ്റക്ടറിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോയിലുണ്ട്. If a piece of electrically conductive metal is close to the coil, eddy currents will be induced in the metal and this produces a magnetic field of its own. And speedometer. In the speedometer, an aluminum drum rotates according to the speed of the vehicle. നമ്മൾ വെഹിക്കിൾസിലൊക്കെ കാണുന്ന സ്പീഡോമീറ്റർ, ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് സ്പീഡോമീറ്ററിനെ കുറിച്ച്. അതിൽ ഒരു അലൂമിനിയം ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് സ്പീഡിനനുസരിച്ച്. ദാറ്റ് അലൂമിനിയം ഡ്രം ഈസ് കെയർഫുള്ളി പിവോട്ടഡ് ആൻഡ് എ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ഇറ്റ്. ആസ് ദ വെഹിക്കിൾ മൂവ്സ് ദ മാഗ്നറ്റ് റൊട്ടേറ്റ്സ്, ദ എഡി കറൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ അലൂമിനിയം ഡ്രം. ദീസ് എഡി കറൻസ് try to reduce the relative motion and hence the cylinder also rotates with the magnet. The pointer of the speedometer moves according to the rotation of the drum.
അങ്ങനെയാണ് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ.